താരൻ മാറാൻ വേണ്ടിയിട്ട് ഷാംപൂസ് ഉപയോഗിച്ചിട്ടുണ്ട്, എണ്ണ ഉപയോഗിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ തല മുട്ടയടിച്ച് നോക്കിയിട്ടുണ്ട്. അതേപോലെ തന്നെ താരൻ പോകാൻ വേണ്ടിയിട്ടുള്ള ഒറ്റമൂലികൾ ട്രൈ ചെയ്തിട്ടുണ്ട്. പലതരം മരുന്നുകൾ ഉള്ളിലേക്ക് കഴിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും എൻ്റെ പ്രശ്നം മാറിയിട്ടില്ല എന്ന് തോന്നുന്നവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ് ഇന്ന് ചെയ്യുന്നത്. അപ്പോൾ ഇത് സ്കിപ്പ് ചെയ്ത് തന്നെ കാണുക. സാധാരണയായിട്ട് നമ്മൾ താരൻ മാറാൻ വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുന്ന സാധനങ്ങളാണ് നാരങ്ങാനീര്, അല്ലെങ്കിൽ മുട്ടയുടെ വെള്ള, ഉലുവ ഉപയോഗിച്ചിട്ടുള്ള പാക്കുകൾ, ഉലുവ വെള്ളം, ചെമ്പരത്തി ഇലയുടെ താളി, ഇതെല്ലാം നമ്മൾ അപ്ലൈ ചെയ്യാറുണ്ടല്ലേ. എന്നിട്ടും നമ്മുടെ താരൻ മാറുന്നില്ല എന്ന് പറയുന്നതിന് കാരണം എന്തൊക്കെയാണെന്ന് നോക്കാം. ഈ മുകളിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ പുറത്ത് ചെയ്യുന്ന കാര്യങ്ങളാണല്ലേ. താരൻ എന്ന് പറയുന്നത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സിമ്പിളാണ് കേട്ടോ. നമ്മുടെ ശരീരത്തിലെ തൊലിപ്പുറത്തെ കുറേ കോശങ്ങൾ ചത്തുപോകുന്ന അവസ്ഥയാണ് നമ്മൾ താരൻ എന്ന് പറയുന്നത്. എല്ലാ ദിവസവും അങ്ങനെ ലക്ഷക്കണക്കിന് കോശങ്ങൾ നമ്മുടെ സ്കാൽപ്പിലുണ്ട് കേട്ടോ. ഈ കോശങ്ങൾ ഡെഡാകും. ഇങ്ങനെ ഡെഡായ സെൽസ് നമ്മൾ കുളിക്കുമ്പോഴോ ക്ലീൻ ചെയ്യുന്ന സമയത്തോ ഇത് വൃത്തിയാകാറുണ്ട്. നമ്മുടെ സ്കിന്നിലെ ഡെഡ് സെൽസ് പെട്ടെന്ന് നമ്മൾ കുളിക്കുമ്പോൾ വൃത്തിയാകും. കാരണം നമ്മുടെ സ്കിന്നിൽ അമിതമായിട്ട് രോമങ്ങളില്ല. അതുകൊണ്ടാണ് പെട്ടെന്നത് വൃത്തിയായി കിട്ടുന്നത്. പക്ഷേ നമ്മുടെ സ്കാൽപ്പിലെ ഡെഡ് സെൽസ് പെട്ടെന്ന് വൃത്തിയായി കിട്ടത്തില്ല കേട്ടോ. കാരണം നമ്മുടെ സ്കാൽപ്പിൽ മുടി ധാരാളം ഉള്ളത് കൊണ്ട് ആ ഡെഡ് സെൽസ് നമുക്ക് സ്കാൽപ്പിൽ നിന്ന് വൃത്തിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പാടായിരിക്കും. അത് നമ്മുടെ സ്കാൽപ്പിൽ തന്നെ അടിഞ്ഞുകൂടും. കൂടാതെ പൊടികളും എണ്ണയും എല്ലാം ചേർന്നിട്ട് അത് നമ്മുടെ സ്കാൽപ്പിൽ പാളികൾ പോലെ ആകാൻ വേണ്ടിയിട്ട് കാരണമാകും കേട്ടോ. ഇങ്ങനെ ഉണ്ടാകുന്ന പാളികൾ നമ്മുടെ സ്കാൽപ്പിലെ സ്കിന്നിനെ ഇറിറ്റേറ്റ് ചെയ്യും. പിന്നെ സ്കിൻ ഡിസീസസ്, അതായത് സെബോറിക് ഡെർമറ്റൈറ്റീസ് വരാൻ വേണ്ടിയിട്ടുള്ള ചാൻസ് കാണും. അതുപോലെ തന്നെ താരൻ പാളികൾ പോലെ ഇളകി വരും കേട്ടോ. അതുപോലെ തന്നെ ജസ്റ്റ് വകുപ്പെടുക്കുമ്പോൾ സ്കാൽപ്പിൽ ക്ലിയർ ആയിട്ട് കാണുന്ന രീതിയിൽ കാണപ്പെടും നമ്മളെ ഈ ഡെഡ് സെൽസ്, അതായത് താരൻ. അതുപോലെ തന്നെ പുരികത്ത്, ആണുങ്ങളിലാണെങ്കിൽ മീശയിൽ, താടിയിലും കാണും. ചെവിയുടെ ബാക്ക് സൈഡിലും താരനുള്ളതായിട്ട് കാണപ്പെടും കേട്ടോ. ഈ അവസ്ഥകൾ അത്ര നിസ്സാരമായി കാണേണ്ട കാര്യമല്ല കേട്ടോ. ഇതിന് കാരണം എന്താണെന്ന് നമുക്ക് നോക്കാം. തലയോട്ടിയിൽ ഉണ്ടാകുന്ന ഫംഗസ് ഇൻഫെക്ഷൻ ആണല്ലോ താരൻ എന്ന് നമ്മൾ പറയുന്നത്. താരൻ മാറാത്തതിന് കാരണം ചിലപ്പോൾ കുടലിൻ്റെ കണ്ടീഷൻസ് ആയിരിക്കും കേട്ടോ. ചിലപ്പോൾ നമ്മൾ എത്ര ഹെയർ പാക്കോ ഹെയർ ടോണറോ എന്താ ഹെയറിൽ ട്രീറ്റ് ചെയ്തിട്ടും നമ്മുടെ താരൻ കുറഞ്ഞു വരുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ കുടലിൻ്റെ കണ്ടീഷൻ ശരിയല്ല എന്ന് അപ്പോഴെന്നെ വിചാരിച്ചോണം. കാരണം ഡോക്ടർമാർ പറയുന്നത് ഗ്ലൂട്ടേൻ ഇൻടോളറൻസ് ഉള്ള ആൾക്കാർ ചപ്പാത്തിയോ ബിസ്ക്കറ്റോ റസ്ക് ബ്രെഡോ ഇങ്ങനെ തന്നെ ധാരാളം സാധനങ്ങൾ കഴിക്കാറുണ്ടല്ലേ. ഇങ്ങനെ കഴിക്കുമ്പോൾ താരൻ പ്രശ്നം കൂടാറുണ്ട് കേട്ടോ ഇങ്ങനെയുള്ള ആൾക്കാരിൽ. കാരണം ഇത് റിസർച്ചിലുള്ളതാണ്. മധുരം ഇഷ്ടമുള്ള ഒരാളാണ് നമ്മുടെ ഫംഗസ്. അപ്പോൾ കുടലിൽ ഷുഗർ കൂടുന്നതനുസരിച്ച് തലയിലും താരൻ കൂടിക്കൊണ്ടേയിരിക്കും കേട്ടോ. അതുപോലെ തന്നെ ഫുഡിൽ ചേഞ്ചസ് വന്നാലും താരൻ കൂടാം. കുടലിലെ പ്രശ്നമുള്ളവർക്ക് ഇങ്ങനെ താരൻ കൂടുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർ അസിഡിറ്റി പ്രശ്നങ്ങൾ ഉള്ളവരായിരിക്കും. അതുപോലെ തന്നെ മലബന്ധമുണ്ടാകും. സ്കിൻ കണ്ടീഷൻസ് ആയ എക്സിമ കാണും. ഇത് സിവിയറായിട്ട് മാറുമ്പോൾ അത് പിന്നെ സോറിയാസിസ് ആയിട്ട് മാറാൻ കാരണമാകും കേട്ടോ. ഇതിനെല്ലാത്തിനും കാരണം കുടലിലെ ഫംഗസും ചീത്ത ബാക്ടീരിയകളും കുടലിലെ വിരയുമാണ് കേട്ടോ. കുടലിലെ അളവുകളിൽ ചേഞ്ചസ് വന്നു കഴിഞ്ഞാൽ അത് നമ്മുടെ സ്കാൽപ്പിനെയും സ്കിന്നിനെയും ബാധിക്കും. ഇതൊക്കെ താരൻ ഉള്ളവർക്ക് ചിലപ്പോൾ കാണാനുള്ള ചാൻസസ് ഉണ്ട് കേട്ടോ. ഇത് നമ്മുടെ ഡോക്ടർമാർ പറയുന്ന കാര്യങ്ങളാണ്. സ്കിന്നിലല്ല എങ്കിൽ സ്കാൽപ്പിലോ എന്ത് വേണമെങ്കിലും അപ്ലൈ ചെയ്യാം കേട്ടോ. നമ്മുടെ സ്കിന്നിൻ്റെ pH എന്ന് പറയുന്നത് കുറച്ച് അസിഡിക് ആണെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതായത് നമ്മുടെ സ്കിൻ അസിഡിക് ആയി നിൽക്കുന്നതിന് കാരണം അവിടെ ഇൻഫെക്ഷൻസ്, സ്കിൻ ഡാമേജ് ഒന്നും വരാൻ പാടില്ല. അതുകൊണ്ടാണ് pH അസിഡിക് ആയിട്ട് നിർത്തുന്നത് കേട്ടോ നമ്മുടെ ശരീരത്തിനെ. ചിലരൊക്കെ അധികം ഷാംപൂസ് എടുത്ത് നല്ല പോലെ പതച്ചിട്ട് കുളിക്കുന്നത് കാണാം. അപ്പോൾ അത് pHനെ ബാധിക്കും കേട്ടോ. അങ്ങനെ നമ്മുടെ സ്കാൽപ്പിലെ സ്കിൻ ഡാമേജ് ആകാൻ വേണ്ടിയിട്ട് ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ധാരാളം ഷാംപൂസൊക്കെ ഉപയോഗിച്ച് തല കഴുകുന്നവരുണ്ടെങ്കിൽ നമ്മുടെ തലയിൽ ആവശ്യത്തിന് മാത്രം ഷാംപൂസ് ഇടാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ നമ്മുടെ pHൻ്റെ വ്യത്യാസം കാരണം നമ്മുടെ തലയിലെ സ്കിന്നും അതുപോലെ തന്നെ മുടിയും ഡാമേജ് ആകാൻ ചാൻസ് ഉണ്ട്. പലപ്പോഴും തലയിൽ കാണുന്ന ചില ചർമ്മരോഗങ്ങൾ താരനാണെന്ന് തെറ്റിദ്ധരിച്ചിട്ട് ആൾക്കാർ താരന് വേണ്ടിയിട്ടുള്ള ചികിത്സകൾ ചർമ്മരോഗങ്ങൾക്ക് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ നേരെ തിരിച്ചും ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മുടെ തലയിൽ ഇങ്ങനത്തെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മൾ ആദ്യം തന്നെ ഡോക്ടറിനെ കൺസൾട്ട് ചെയ്തിട്ട് ചർമ്മരോഗമാണോ അല്ല എങ്കിൽ താരനാണോ എന്ന് ആദ്യം ഒന്ന് നോക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. അതുപോലെ തന്നെ ചർമ്മരോഗത്തിന് നമ്മുടെ താരന് വേണ്ടിയിട്ടുള്ള ഒറ്റമൂലികൾ പ്രയോഗിക്കുന്നവരും ഉണ്ട് കേട്ടോ. അങ്ങനെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ധാരാളം കോംപ്ലിക്കേഷൻസ് ഉണ്ടാകാറുമുണ്ട്. എന്താണ് താരനെന്ന് നോക്കാം. നമ്മുടെ തലയോട്ടിൽ നോർമലായിട്ട് നമ്മുടെ തലയോട്ടിയിലെ ചർമ്മത്തിൽ നിന്ന് ഇളകി വരുന്ന കോശങ്ങളാണ് നമ്മൾ താരൻ എന്ന് വിളിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതാണ്. സാധാരണഗതിയിൽ ഒരു പ്രായപൂർത്തിയായ ഒരാളിൽ 4.5 ലക്ഷം മുതൽ 5 ലക്ഷം വരെ കോശങ്ങൾ തലയോട്ടിയിൽ നിന്നും ഇളകി വരാറുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കത് സംശയം വരും. തലയോട്ടിയിൽ മാത്രം ഇത്രയധികം കോശങ്ങൾ ഇളകുന്നത് എന്തുകൊണ്ടാണെന്ന്.
ശരീരം മുഴുവനും ഇതുപോലെ ഡെഡ് സെൽസ് ഇളകി പോകാറുണ്ട് കേട്ടോ. പക്ഷേ ശരീരത്തിൽ മുടിയില്ലാത്തത് കൊണ്ട് അത് പെട്ടെന്ന് വൃത്തിയാകും. പക്ഷേ നമ്മുടെ തലയിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പെട്ടെന്ന് വൃത്തിയാകില്ല. അതുകൊണ്ടാണ് നമ്മുടെ തലയിൽ നമുക്ക് ഇത്രയും ഡെഡ് സെൽസ് ഉള്ളതായിട്ട് തോന്നാൻ വേണ്ടിയിട്ട് കാരണം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ദിവസവും ഈ 5 ലക്ഷം കോശങ്ങൾ ഇളകി വരുമെങ്കിലും നമ്മൾ ഒരാഴ്ച അടുപ്പിച്ച് തല കഴുകാതിരുന്നാൽ മാത്രമേ ഇത് തലയിൽ ഒട്ടിപ്പിടിക്കുകയും അങ്ങനെ മാത്രമേ ഇത് താരനാണെന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുകയുള്ളൂ കേട്ടോ. എന്നാൽ ചിലർക്കൊക്കെ ആണെങ്കിൽ ഇവ 5 ലക്ഷത്തിന് പകരം 8 മുതൽ 10 ലക്ഷം കോശങ്ങൾ വരെ തലയോട്ടിയിൽ നിന്നും ഒരു ദിവസം ഇളകി വരാറുണ്ട്. ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ നമ്മളത് ഗൗരവമായി എടുക്കേണ്ട കാര്യമാണ് കേട്ടോ. അപ്പോൾ ഈ അവസ്ഥയെ ചികിത്സിക്കുകയും വേണം. മുതിർന്നവർക്ക് മാത്രമല്ല തലയിലെ കോശങ്ങൾ ഇളകി പോകുന്നത് കേട്ടോ, കുഞ്ഞുങ്ങളിലും ഇത് സംഭവിക്കാറുണ്ട്. അതായത് ജനിച്ച 1 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് നമ്മൾക്കറിയാം, ജനിച്ച കുട്ടികളുടെ തലയിൽ നോക്കിയാൽ അറിയാം ഒരു ചെറിയ പാളി പോലെ പറ്റിപ്പിടിച്ചിരിക്കുന്നത്. ഇത് നമ്മൾ കുളിപ്പിക്കുമ്പോൾ തന്നെ ഇളകിപ്പോവുകയും ചിലപ്പോൾ നമ്മൾ ചെറിയ കോമ്പ് ഉപയോഗിച്ച് അധികം ബലം കൊടുക്കാതെ ഇളക്കി കളയുന്ന ആൾക്കാരുമുണ്ട്. അതായത് അമ്മയുടെ മുലപ്പാൽ കുടിച്ച് വളരുന്ന കുട്ടികൾ 1 വയസ്സ് വരെ നടക്കുന്ന ഹോർമോണിൻ്റെ ചെറിയ വ്യത്യാസങ്ങൾ കൊണ്ടാണ് തലയോട്ടിയിൽ ഇത്തരം കോശങ്ങൾ പറ്റിപ്പിടിച്ചിരിക്കുന്നത് കേട്ടോ. പക്ഷെ കുഞ്ഞുങ്ങളിൽ കാണുന്ന ഈ താരൻ അത്ര വലിയ പ്രശ്നം ഉണ്ടാക്കുന്നവയല്ല. പക്ഷേ ഒരു 13 വയസ്സ് മുതൽ മുകളിലേക്ക് വരുമ്പോഴാണ് പെൺകുട്ടികൾക്കായാലും ആൺകുട്ടികൾക്കായാലും ഈ ഹോർമോണൽ ചേഞ്ചസിൻ്റെ ഭാഗമായിട്ട് തലയിൽ കോശങ്ങൾ ധാരാളമായിട്ട് ഇളകി തുടങ്ങുന്നത് കേട്ടോ. നമ്മുടെ മുഖത്തുണ്ടാകുന്ന എണ്ണമയം പോലെ തന്നെ തലയോട്ടിയിൽ എണ്ണമയം കാണും. ഈ എണ്ണമയത്തിൽ ഇളകുന്ന കോശങ്ങൾ ഈ എണ്ണയിൽ ഒട്ടിപ്പിടിക്കുകയും അതോടൊപ്പം തലയോട്ടിയിലേക്ക് നമ്മൾ യാത്രയൊക്കെ ചെയ്യുകയാണെങ്കിൽ പൊടിയും അതിൻ്റെ സൂര്യപ്രകാശത്തിൻ്റെ കാരണം നമ്മൾ വേർക്കുകയും ചെയ്യും. ആ വേർപ്പും പൊടിയും എല്ലാം കൂടെ ചേർന്നിട്ട് അത് തലയിൽ ഒരു പാളി പോലെ, നമ്മുടെ തലയിലെ താരനും ഈ പൊടിയും വേർപ്പും എല്ലാം കൂടെ ചേർന്നിട്ട് ഒരു പാളി പോലെ അടിഞ്ഞുകൂടും. ഇത് പ്രോപ്പറായിട്ട് വൃത്തിയാക്കിയില്ല എങ്കിൽ തലയോട്ടിൽ ചൊറിച്ചിലിന് കാരണമാകും കേട്ടോ. അതുപോലെ തന്നെ 3 അല്ലെങ്കിൽ 4 ദിവസം ഈ ഇളകി വരുന്ന കോശങ്ങൾ വൃത്തിയാക്കാതെ അല്ലെങ്കിൽ ഇളകി പോകാതെ മുടിയുടെ അടിയിൽ പറ്റിപ്പിടിച്ചിരിക്കുമ്പോഴാണ് ഇവ ഒരു പാളി പോലെ കാണപ്പെടുന്നത്. ഈ താരനൊക്കെ മാറാനായിട്ട് ചിലരൊക്കെ തലയിൽ പലതരം ഷാമ്പൂസ് ഉപയോഗിക്കും. ചിലർ പോയിട്ട് മുട്ടയടിക്കും. പക്ഷേ മുടിയെല്ലാം പോയി സ്കാൽപ്പ് വൃത്തിയായതിനു ശേഷം കുറേ നാളത്തേക്ക് താരൻ ശല്യം ഉണ്ടാകില്ല. പക്ഷേ മുട്ടയടിച്ചതിന് ശേഷം മുടി പൊടിക്കുന്നതിനനുസരിച്ച് വീണ്ടും താരൻ വരാനുള്ള ചാൻസ് കൂടിക്കൊണ്ടിരിക്കും കേട്ടോ. അപ്പോൾ ഇതൊക്കെ സാധാരണ നടക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ നമ്മളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും. നമ്മൾ മുട്ടയടിച്ചിട്ട് വന്ന് നോക്കുകയാണെങ്കിൽ ആദ്യമൊന്നും താരൻ കാണത്തില്ല. പക്ഷേ 1-2 ആഴ്ച നമ്മുടെ മുടി ചെറുതായിട്ടൊന്ന് പൊങ്ങി വരാൻ തുടങ്ങുമ്പോൾ പഴയപടി തന്നെ നമ്മുടെ മുടിയിൽ താരൻ വരാനും ചാൻസ് ഉണ്ട് കേട്ടോ. അതുകൊണ്ട് മുട്ടയടിച്ചെന്നും പറഞ്ഞ് താരൻ പോകണമെന്നില്ല. അതെല്ലാവരും ചെയ്യുന്ന ഒരു തെറ്റാണേ. താരൻ പോകാൻ വേണ്ടിയിട്ട് അടിക്കുന്നത്, താരൻ മാറാൻ വേണ്ടിയിട്ട് മുട്ടയടിക്കുന്നവരുണ്ടെങ്കിൽ ആ ശീലം ഒഴിവാക്കണം കേട്ടോ. അങ്ങനെ മുട്ടയടിച്ചത് കൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നും നമുക്ക് കിട്ടാൻ പോകുന്നില്ല. അതുകൊണ്ട് താരനുണ്ടെന്ന് വിചാരിച്ചിട്ട് ഓടിച്ചൊന്നും മുട്ടയടിക്കേണ്ട കാര്യമല്ല. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഈ താരനെക്കുറിച്ചുള്ള ടിപ്പും കാര്യങ്ങളെല്ലാം ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസ് ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ.